ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മീനെടുത്ത് വെട്ടി തേച്ച് കഴുകി നല്ല ഫ്രഷ് മീൻ ഇവിടെ പോളിൽ കിട്ടിയപ്പോഴേ വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നിട്ട് എനിക്ക് ഇതുവരെയായിട്ട് മീൻകറി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോഴേ ഞാൻ വാങ്ങിച്ചു. ആദ്യം തന്നെ നമ്മൾ മീൻ വെട്ടി തേച്ച് കഴുകി കഷ്ണാക്കി മാറ്റി വെക്കുകയാണ്. അതായിരിക്കും ഏറ്റവും എളുപ്പം. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവ ഇടുക ആദ്യം. അത് കഴിഞ്ഞ് കടുക്, അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചത്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം അത് അടി പിടിക്കുകയോ കരിയോ ചെയ്യരുത്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം അത് നന്നായിട്ട് ബ്രൗൺ ആയാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു രുചി കിട്ടുകയുള്ളൂ. നന്നായിട്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ തന്നെ അതിനകത്തൊരു അര സബോള, ഇവിടെ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അതാണെങ്കിൽ അത് ഇടുക. കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് അതും ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഇടുക. അതിനുശേഷം 2 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായിട്ട് ഇളക്കിയിട്ട് ബ്രൗൺ കളറാകുമ്പോഴേ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മീനൊന്ന് മുങ്ങിക്കിടന്ന് വേകാനുള്ള ഒരു ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കണം. പുളി ഒഴിക്കുക. പുളി ഞാൻ വാളംപുളിയാണ് പിഴിഞ്ഞ് ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് കുടംപുളി കിട്ടാത്തത് കൊണ്ടാണ്. അതിനകത്തോട്ട് ഞാൻ കഷ്ണമാക്കി വെച്ച മീനെടുത്തിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടണം. അത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാനായിട്ട്. നന്നായിട്ട് അതും ഇഞ്ചി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച്, ആ മീനൊന്ന് വേകാൻ വേണ്ടി അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻകറി ആയിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ്, എനിക്കറിയാമെങ്കിലും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറിയാണ്. ഞങ്ങളിവിടെ പ്രവാസികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.